ഹായ് മക്കളെ, വെൽക്കം ടു ക്രാക്ക്ഡ് വിത്ത് NCERT. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറയുന്ന ഓർഗാനിക് കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററിലെ NCERT ക്വസ്റ്റിനെ MCQ ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം NCERTയിലെ എന്നിട്ട് അതിനുശേഷം നമ്മൾ സിമിലർ ആയ ഒരു ചോദ്യം നിങ്ങൾക്ക് ഹോം അസൈൻമെന്റ് ആയി തരും. സോ മക്കളെ, നമുക്ക് നോക്കാം നമ്മുടെ ചോദ്യം എന്താണെന്ന്. An organic compound contains 69.77% carbon, 11.63% hydrogen and rest oxygen. The molecular mass of the compound is 86. It does not reduce tolerance reagent but forms an addition compound with a sodium hydrogen sulfide and give positive iodoform test. On vigorous oxidation, it gives ethanoic and propanoic acid, the compound S. ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിൽ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള എംപിരിക്കൽ ഫോമുല കണ്ടുപിടിക്കാനുള്ള ആ ഒരു കൺസെപ്റ്റ് ഇതിൽ അപ്ലൈ ചെയ്യണം നമ്മൾ ഏറ്റവും ആദ്യം. എന്നിട്ട് നിങ്ങളുടെ കോമ്പൗണ്ടിന്റെ എംപിരിക്കൽ ഫോമുല എന്താണ്, അതിൽ നിന്ന് അതിന്റെ മൊളിക്കുലാർ ഫോമുല എന്താണെന്ന് കണ്ടുപിടിക്കണം. മൊളിക്കുലാർ ഫോമുല കണ്ടുപിടിച്ചിട്ട് വേണം ഓർഗാനിക് കെമിസ്ട്രി കൺസെപ്റ്റ്സ് നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം നമ്മൾ ഇവന്റെ മൊളിക്കുലാർ ഫോമുല എന്താണെന്ന് കണ്ടുപിടിക്കുക. അതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. നോക്കട്ടെ മക്കളെ, എന്താ പറഞ്ഞിരിക്കുന്നത്? 69.77% കാർബൺ, 11.63% ഹൈഡ്രജൻ ആൻഡ് റെസ്റ്റ് ഇസ് ഓക്സിജൻ. സോ നമ്മളത് ചെയ്തു തുടങ്ങുകയാണ്. ഏറ്റവും ആദ്യം നമുക്ക് മൊളിക്കുലാർ ഫോമുല കാണണം അല്ലേ. സോ മൊളിക്കുലാർ ഫോമുല കാണണമെങ്കിൽ നമ്മൾ ആദ്യം എംപിരിക്കൽ ഫോമുല കാണണം. അപ്പോൾ കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണുള്ളത്. കാർബണിന്റെ പെർസെൻറ്റേജ് തന്നിരിക്കുന്നത് എത്രയാണ് മക്കളെ? 69.77 ആണല്ലേ. അപ്പം നമ്പർ ഓഫ് മോൾസ് ആദ്യം കാണണം. 69.77 മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ബൈ മോളാർ മാസ് ഓഫ് കാർബൺ. ആൻഡ് ഹൈഡ്രജന്റെ മാസ് പെർസെൻറ്റേജ് 11.63 divided by atomic mass of hydrogen and rest is oxygen എന്നാണ്. അപ്പോൾ 69.77ഉം 11.63 കഴിഞ്ഞാൽ പിന്നെ 100ൽ ഇനി ബാക്കിയുള്ളത് 18.6 ആണ് അല്ലേ. അപ്പോൾ 18.6 by atomic mass of oxygen. സോ മക്കളെ, ഇത് എത്രയാണ് വരിക? 5.88, 11.63 and approximately 1.16 നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഏറ്റവും ചെറിയ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ ഇതിനെ സിമ്പിൾ റേഷ്യോ ആക്കി മാറ്റണം. അപ്പൊ സിമ്പിൾ റേഷ്യോ ആക്കി മാറ്റുന്ന സമയത്ത് 5.88 ബൈ 1.16, 11.63 ബൈ 1.16, 1.16 ബൈ 1.16. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ. ദിസ് ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 5, ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 10 ആൻഡ് ദിസ് ഈസ് 1. Therefore the empirical formula is എത്രയാ മക്കളെ empirical formula വരിക? C5H10O. അപ്പൊ എംപിരിക്കൽ ഫോമുല മാസ് എത്രയാണ് വരുന്നത്? എംപിരിക്കൽ ഫോമുല മാസ് 5 into 12 plus 10 into 1 plus 16 നമ്മൾ ചെയ്താൽ this is equal to 5 into 12 is 60 plus 10 plus 6 and that is 16 and that is 86. അപ്പോൾ മക്കളെ, മോളിക്കുലാർ ഫോർമുല മാസും എംപിരിക്കൽ ഫോമുല മാസും സെയിം തന്നെയാണ് അല്ലേ. കാരണം മോളിക്കുലാർ ഫോമുല മാസും 86 ആണ് പറയുന്നത്. Therefore N is equal to molecular formula mass by empirical formula mass and that is 86 by 86 and that is equal to 1. Therefore molecular formula എന്ന് പറയുന്നത് empirical formula തന്നെയാണ്. Therefore molecular formula is C5H10O. സോ മക്കളെ, C5H10O മോളിക്കുലാർ ഫോമുല വരുന്ന കോമ്പൗണ്ട് ആണ് നിങ്ങളുടെ. ഈ മോളിക്കുലാർ ഫോമുലയിൽ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. കാരണം ഇത് CnH2nO എന്ന് പറയുന്ന ഫോമാറ്റിലാണ്. ഒന്നുകിൽ ഇതൊരു ആൽഡിഹൈഡ് ആകാം, 4 കാർബൺ വരുന്ന ആൽഡിഹൈഡ് ആകാം, അല്ലെങ്കിൽ ഇത് 4 കാർബൺ വരുന്ന ഒരു കീറ്റോൺ ആവാം. ഇതിൽ ആരാണിവൻ എന്നറിയണമെങ്കിൽ ഓർഗാനിക്കിലെ പ്രധാനപ്പെട്ട ചില റിയാക്ഷൻസ് നിങ്ങൾ അറിയണം NCERTയിലുള്ളത്. അതിലൊന്ന്, ഏറ്റവും ആദ്യം നിങ്ങൾ അറിയേണ്ടത് ടോളറൻസ് ടെസ്റ്റ് ആണ്. മക്കളെ, ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റിന് ആൽഡിഹൈഡുകളെ മാത്രമേ ഓക്സിഡൈസ് ചെയ്യാൻ കഴിയുള്ളൂ. ആൽഡിഹൈഡുകൾ കൊണ്ട് മാത്രമേ അവിടെ സിൽവർ മിറർ ഫോം ചെയ്യുള്ളൂ. കീറ്റോണുകൾക്ക് സിൽവർ മിറർ ഫോം ചെയ്യാൻ കഴിയില്ല അല്ലെ. രണ്ടാമത് നിങ്ങൾ അറിയേണ്ടത് ആൽഡിഹൈഡുകളെയും കീറ്റോണുകളിലും സോഡിയം ബൈ സൾഫേറ്റ് നടത്തുന്ന ന്യൂക്ലിയോഫിലിക് അഡീഷൻ ആണ്. ആൽഡിഹൈഡ് ആണെങ്കിലും കീറ്റോൺ ആണെങ്കിലും സോഡിയം ബൈ സൾഫേറ്റിന്റെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടന്നാൽ നമുക്ക് ക്രിസ്റ്റലൈൻ ബൈ സൾഫൈറ്റ് പ്രൊഡക്റ്റ് കിട്ടും എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. മൂന്നാമത്തെ കാര്യം NCERTയിൽ പറയുന്നത് ഹാലോഫോം റിയാക്ഷൻ ആണ്. മെത്തൈൽ കീറ്റോണുകൾക്ക് നടത്താൻ കഴിയുന്ന ഹാലോഫോം റിയാക്ഷൻ. അപ്പോൾ കീറ്റോണുകളിൽ മെത്തൈൽ കീറ്റോണുകളാണ് നോർമലി ഹാലോഫോം റിയാക്ഷൻ തരിക, എസ്പെഷ്യലി ഐഡോഫോം റിയാക്ഷൻ തരിക എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകാനായിട്ട് പാടില്ല. അത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ്
കീറ്റോണുകളെ വിഗറസ് കണ്ടീഷനുകളിൽ ഓക്സിഡൈസ് ചെയ്താൽ കീറ്റോൺ ബ്രേക്ക് ആവുകയും 2 കാർബോക്സിലിക് ആസിഡ് മോളിക്യൂളുകളായിട്ട് അവർ കൺവേർട്ട് ആവുകയും ചെയ്യും. അങ്ങനെ കാർബോക്സിലിക് ആസിഡ് മോളിക്യൂളായി മാറുമ്പോൾ CO ഗ്രൂപ്പ് കൂട്ടത്തിൽ ചെറിയ ആൽക്കൈൽ ഗ്രൂപ്പിനൊപ്പമായിരിക്കും പോവുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്രയും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ചോദ്യത്തിന്റെ ആൻസർ ഇനി വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ആ ചോദ്യത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. ശ്രദ്ധിച്ചു നോക്കിയാടാ മക്കളെ, ഇറ്റ് ഡസ് നോട്ട് റെഡ്യൂസ് ടോളറൻസ് റിയേജൻ. അപ്പോൾ 5 കാർബൺ വരുന്ന ആൽഡിഹൈഡ് അല്ല, അത് 5 കാർബൺ വരുന്ന കീറ്റോൺ ആണ്. 5 കാർബൺ വരുന്ന കീറ്റോൺ എന്ന് പറയുമ്പോൾ 2 പോസിബിലിറ്റീസ് ഉണ്ട് നമ്മുടെ മുന്നിൽ. 5 കാർബൺ വരുന്ന കീറ്റോണിൽ 2 പോസിബിലിറ്റീസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാ? CH3 CO CH2 CH2 CH3. പെൻഡെയിൻ 2 ഓണും ആകാം, പെൻഡെയിൻ 3 ഓണും ആകാം. 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിൽ ആരാണ് എന്ന് കണ്ടുപിടിക്കാനാണ് നെക്സ്റ്റ് ഹിന്റ് തന്നിരിക്കുന്നത്. ഇറ്റ് ഫോംസ് an addition compound with sodium hydrogen sulfide. അപ്പൊ ആൽഡിഹൈഡ് അല്ല, പക്ഷെ കീറ്റോൺ ആണ്. ഇനി ആൻഡ് ഗീവ്സ് പോസിറ്റീവ് അയഡോഫോം ടെസ്റ്റ്. പോസിറ്റീവ് അയഡോഫോം ടെസ്റ്റ് തരണമെങ്കിൽ അത് മെറ്റൈൽ കീറ്റോൺ ആയിരിക്കണം. അപ്പോൾ മക്കളെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇവൻ ആയിരിക്കണം നിങ്ങളുടെ ആൻസർ. ഇതൊരിക്കലും നിങ്ങളുടെ ആൻസർ ആവില്ല. ഇനി അത് കൺഫേം ആക്കാനാണ് പറയുന്നത്. ഈ കീറ്റോണിനെ വിഗറസ് കണ്ടീഷനുകളിൽ നിങ്ങൾ ഓക്സിഡൈസ് ചെയ്താൽ ഇതിവിടെ ബ്രേക്ക് ആകും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, CO എന്ന് പറയുന്നത് കൂട്ടത്തിൽ ചെറിയ കാർബൺ ചെയിനൊപ്പമായിരിക്കും പോവുക. അപ്പൊ ഇവനെ നിങ്ങൾ വിഗറസ് കണ്ടീഷനുകളിൽ ഓക്സിഡൈസ് ചെയ്താൽ ഇതിവിടെ ബ്രേക്ക് ആകും മക്കളെ. CO ഗ്രൂപ്പ് കുറവ് നമ്പർ ഓഫ് കാർബൺ ഉള്ള ഭാഗത്തിനൊപ്പം പോകും. ആൻഡ് ആദ്യത്തെ പാർട്ട് എത്തനോയിക് ആസിഡ് ആയിട്ടും രണ്ടാമത്തെ പാർട്ട് പ്രൊപ്പനോയിക് ആസിഡ് ആയിട്ടും ഓക്സിഡൈസർ ആകും. കറക്റ്റ് ആണ്. ദ റൈറ്റ് ആൻസർ ഇസ് പെൻറ്റെയിൻ 2 ഓൺ ആണോ? പെൻറ്റെയിൻ 2 ഓൺ ആണ്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ വേഗം പോയിട്ട് ഓപ്ഷൻ 4 എന്ന് മാർക്ക് ചെയ്യും. അത് പെൻറ്റെയിൻ 2 ഓൺ ആണ് അല്ല, അത് പെൻറ്റെയിൻ 2 ഓളാ. അപ്പൊ ആൻസർ എവിടെയാ മക്കളെ? പെൻറ്റെയിൻ 2 ഓണിനെ നമുക്ക് മെത്തൈൽ പ്രൊപ്പൈൽ കീറ്റോൺ എന്ന് വിളിക്കാലോ. മെത്തൈൽ പ്രൊപ്പൈൽ കീറ്റോൺ എന്ന് വിളിക്കാലോ. അപ്പൊ ആൻസർ എവിടെയാ? ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പൊ അതൊരു നല്ല ചോദ്യമായിരുന്നു. ഏതൊക്കെ കൺസെപ്റ്റ്സ് ആണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഹോം അസൈൻമെന്റിലേക്കാണ് പോകുന്നത്. ആൻഡ് യുവർ ഹോം അസൈൻമെന്റ് ഇസ്, ഇതാണ് നിങ്ങളുടെ ഹോം അസൈൻമെന്റ്. ചെയ്തു നോക്കുക. സിമിലർ ആയിട്ടുള്ള ചോദ്യമാണ്. എന്നിട്ട് ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്.